പുഴ ഇവിടെ ഉണ്ടോ? അതാണ് ഇപ്പൊ പടക്കം പൊട്ടിച്ചേ. അപ്പോൾ നമ്മളെന്ന് പോകാൻ പോകുന്ന എലിംബിലേരി എസ്റ്റേറ്റിലേക്കാണ്. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ 1, 2, 3, 4 ബൈക്കുണ്ട്. ബേക്കിൽ വേറെ വണ്ടി വരുന്നുണ്ട് 3 എണ്ണം. 4 എണ്ണമല്ലല്ലോ, മൊത്തം 5 എണ്ണം ഉണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അമ്പ് അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ അവിടെ ഇല്ല. ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മേലേക്ക് നമ്മളങ്ങനെ അധികം കയറുന്നൊന്നുമില്ല. നമ്മളെ ജസ്റ്റ് വെള്ളച്ചാട്ടം മാത്രമേ പോകുന്നുള്ളൂ. ഇത് മേപ്പാടി വന്നിട്ട് അവിടെ തിരിയുന്നത്. മേപ്പാടി വന്നിട്ട് 900 കണ്ടി റോഡിലോട്ട് പോകുന്നതിന് തൊട്ട് മേലെ ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെയാണ് പോകുന്നത്. കയറിയിരിക്കുന്നത് നമ്മൾ. നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ല. വയനാട്ടിലെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ്. ഇവന്മാരിത് ഇവിടെ പോയി കിടക്കുക. അവൻ്റെ ചെളി എൻ്റെ വാ വരെ തെറിക്കുന്നുണ്ട്. അമ്മരെ കാണുന്നില്ല. ആ Lions roaring in the morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. Birds chirping and I hear my name, grasping into a life. Life is happy, but it's so.
പോട്ടേ 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 പോട്ടേ. കുട്ടൻ ആദ്യമായിട്ടാണ് ഈ ഫീൽഡ്. കുട്ടനെ എങ്ങോട്ടും ട്രിപ്പ് ഉണ്ടോ എന്നുള്ള പരാതിയായിരുന്നു. അതങ്ങ് തീർന്നു കിട്ടി. പോട്ടേ സോണി പോട്ടേ പോട്ടേ. അതൊക്കെ എന്ത് പോട്ടെ, സില്ലി പപ്പൻസ്. ചെളി എൻ്റെ മേത്തില്ലേ. നേരെ പോട്ടോ, ഭാഗ്യം ഉണ്ടാകുമാർ പിടിക്കും. മേലെ ഒരു ജീപ്പ് വരുന്നുണ്ട്. അവിടെ ഒതുക്ക് 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 ഒതുക്ക്. എന്താട്ടാ? ഇല്ല, ഞങ്ങളെ വെള്ളച്ചാട്ടം വരെ പോകുന്നുള്ളൂ. കുറേ ഉണ്ടോ? അടിപൊളി. ഇങ്ങനെ തന്നെയാ? ആ, നമുക്ക് ഇങ്ങനത്തെ വഴിയല്ലേ വേണ്ടേ? One hour later. എല്ലാരും പറയുന്ന ആന ഉണ്ടെന്നാണ്. പോട്ടെ പോട്ടറാ. വേഗം എടുക്ക്, വണ്ടി എടുക്ക. എടാ വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ. തിരിച്ചിറങ്ങാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. മുകളിൽ ചെല്ലി.
നീ നടന്നു നോക്ക്, പായലുണ്ടോ നോക്കി നോക്ക്. അവിടെ വെച്ചോ. ബൈക്കിൽ ഓടിക്കുന്നൊരു കുഴപ്പമുണ്ടാവോ? വെള്ളം വലിച്ചോണ്ട് പോവോ? പോയി കഴിഞ്ഞാൽ അവിടെ അടുത്ത് പായലുണ്ടാവും. ഇതൊന്ന് പിടിച്ചു വെച്ചില്ല. ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം കേട്ടോ. നല്ല വെള്ളമുണ്ട്, അങ്ങോട്ട് വണ്ടി ഇതിൽ ഇറക്കാൻ പറ്റില്ല. ഞങ്ങൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് വന്നപ്പോൾ മേലത്തെ പറമ്പിലെ ചേച്ചിമാരൊക്കെ പറഞ്ഞു ഇവിടെ അധികം നേരം നിൽക്കണ്ട, താഴേക്ക് ഇറങ്ങിക്കോളാൻ. അപ്പോൾ ഞങ്ങൾ പോവുകയാണിത്. അപ്പം മേലെ നിന്ന് റിസോർട്ടിൽ നിന്ന് വന്നൊരു ജീപ്പ് അവിടെ കിടക്കുന്നത്. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടു. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. കാരണം അവിടുന്ന് മേലെ നിന്ന് കുറേ പണിക്കാരും ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ അവർ പറഞ്ഞ ഏകദേശം ഒരു 4 മണി സമയം, 4 മണിയല്ല അതിന് മുന്നേ ആന ഇറങ്ങി തുടങ്ങുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്ന ആളെ ആന ചവിട്ടി ഇതായൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം നിന്നില്ല അവിടെ. അവിടെയുള്ള ആൾക്കാരും പറഞ്ഞു നിങ്ങൾ വേഗം ഇറങ്ങിക്കോ, അതാ നല്ലത്, കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഇരുട്ടാവുമെന്ന് പറഞ്ഞേ. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഏറ്റവും വേക്കിലുള്ളൂ, ബാക്കി 3 പേര് ഫ്രണ്ടിൽ പോയി. എന്തായാലും സ്ഥലം കുഴപ്പമില്ലെന്നല്ല, അടിപൊളിയാണ്. അതിൻ്റെ മേലേക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ മേലേക്ക് ഉണ്ട് കേട്ടോ, അതിൻ്റെ ടോപ്പിലോട്ട്. നമുക്ക് പിന്നെ അധികം റിസ്ക് എടുത്ത് ഞങ്ങൾ മേലേക്ക് പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ആ വാട്ടർഫാൾ കാണുകയെന്ന് മാത്രം ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് വന്നത്. ഇതിപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയപ്പോൾ വന്ന ജീപ്പാട്ടോ. അവരും പറഞ്ഞു റോഡ് കുറച്ച് ടഫാണ് മേലോട്ട്. റോഡ് കുറച്ച് ടഫല്ല, വണ്ടി അതായത് ഒരു നല്ല വണ്ടിയൊക്കെ ഉള്ള ആൾക്കാർ, നല്ല വണ്ടിയല്ല തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി ഉപയോഗിച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വരണ്ടാന്ന് തന്നെ വെക്കുക. പിന്നെന്താ പറയാനുള്ള, വേറൊന്നും പറയാനില്ല. എന്തായാലും അടിപൊളി ഒരു വൈബാണ്. അതിനിടയ്ക്ക് ഒരാൾ വീണു, ഒന്നും പറ്റിയൊന്നുമില്ല. എൻ്റെ വണ്ടീൻ്റെ അടി 2 പ്രാവശ്യം അടിച്ചു. ഇനിയിപ്പോൾ പോയിട്ട് വേണം നോക്കാൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന്. ഫ്രണ്ടിൽ പോകുന്ന ആളുടെ സൈലൻസർ പൊട്ടി പകുതിയായിരുന്നു, അതിപ്പോൾ പൊട്ടി പൂർത്തിയായി, മാറ്റാനിരിക്കുകയാണ്. പിന്നെന്താ പറയാനുള്ളത്, ഒന്നുമില്ല, അടിപൊളി, വേറെ വൈബ്. നല്ല സുഖമായിട്ട് എണീറ്റ് ഓടിക്കാൻ. റോഡത്ര മോശമൊന്നുമല്ല. എന്നാൽ എന്താ ഞങ്ങൾ വന്നപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിന്നിട്ട് പോകുന്നുണ്ട്. ഇവന്മാർ മേലേക്ക് വന്നില്ല എന്ന് തോന്നുന്നു, ഒരു പകുതി വരെ വന്നുള്ളൂ എന്ന് തോന്നുന്നു. ബസ്സിനെ കുറച്ച് വേഗം പോടാ. എണീറ്റേക്കാണ് അവന്മാർ പറയും പട്ടിഷോയെന്ന് പറയും. എക്സ്പ്രസ് അല്ലേ, അപ്പം വെൻ ഓഫ് റോഡർ എന്ന് അറിയിക്കാൻ വേണ്ടി അല്ല കേട്ടോ. വണ്ടിയിൽ നമുക്ക് ഓടിക്കാൻ കുറച്ച് ബാലൻസും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എണീറ്റൊന്ന് ഓടിക്കണം, നല്ല കംഫർട്ടാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടീനെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇവർ ഞങ്ങളെക്കാളും മുന്നേ ഇങ്ങോട്ട് വന്നവരാ കേട്ടോ, പക്ഷെ ഇത് മേലേക്ക് വന്നില്ല എന്ന് തോന്നുന്നു. സ്കൂട്ടർ കൊണ്ടൊക്കെ വന്നേക്കണം. സ്കൂട്ടർ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ വണ്ടീൻ്റെ അടി തട്ടിയിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. ഞങ്ങൾ പോട്ടെ, കണ്ടു, പുഴ കണ്ടു. ആന ഇറങ്ങും ഇവിടെ ഉണ്ടോ? അതാണ് ഇപ്പോൾ പടക്കം പൊട്ടിച്ചേ.
പോട്ടെ.